ഇത്രയൊക്കെ ഇന്റർവ്യൂസ് ഫെയിൽ ആയിട്ടും എനിക്കത് വിട്ടുകൊടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് കൂടുതൽ വാശിയാവുക ചെയ്തത്. ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയല്ല, സത്യമായിട്ട് പറയാം. ഇവിടെ വന്നിട്ട് എങ്ങനെ മാറിയത്, ഇത്രയും ഭയങ്കര മടിയായിരുന്നു. ഞാൻ പഠിക്കുന്നത് പോലുള്ള ഞാനും എൻ്റെ ടീമിൽ അഭിരാം എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. നമ്മളെ 8-9 മണിക്കൂറൊക്കെ ഒരു ദിവസം ഒരു പ്രൊജക്റ്റിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. അങ്ങനെ ടോക്ക് ശരിയാവാതെ തന്നെ കുറെ ഇന്റർവ്യൂസ് ഫെയിൽ ആയിട്ടുണ്ട്. ഒരു കമ്പനി തന്നെ 6 റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ 5 റൗണ്ട് വരെ പാസ്സായിട്ട് അത് എനിക്ക് കിട്ടുന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അതിന്റെ ഇന്റർവ്യൂ പ്രോസസ്സ് തന്നെ ഒരു 1 മന്തോളം നീണ്ടു നിന്നാ. എന്നിട്ട് ലാസ്റ്റ് റൗണ്ട് ആയപ്പോൾ എൻ്റെ സംസാരം കോൺഫിഡൻസ് ഇല്ലാതെ ആയതുകൊണ്ട് ആ റൗണ്ട് ഞാൻ ഫെയിലായി. ഒരു 5-6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഫെയിലായിട്ട് നിങ്ങൾ അങ്ങനെ നിർത്തി പോകരുത്. കാരണം ഞാൻ 10-15 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് 20-30 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ അതേപോലെ അതിനനുസരിച്ച് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞാനിവിടെ സ്മെക്കിൽ വരുന്നതിന് മുന്നേ എനിക്ക് ശരിക്കും ഒരു IT ജോബിനുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എന്തൊക്കെ ടെക്നോളജീസാണ് ഓരോ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമുക്കൊരു ജോബിന് ആവശ്യമുള്ളതെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ ഒരു ജോബ് റെഡി ആവുന്നവരെ എനിക്ക് ഇവിടുന്ന് പ്ലേസ്മെന്റ് ടീം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ കോൺസ്റ്റന്റ്ലി ഓരോ ജോബ് അപ്ഡേറ്റ്സ് വരുമ്പോൾ എനിക്ക് അപ്ഡേറ്റ്സ് തരുമായിരുന്നു. എൻ്റെ ഒരു 1 ഇയറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് അവിടെ ഒരു നല്ലൊരു പൊസിഷൻ എടുക്കുക, അതേപോലെ സൈഡായിട്ട് ഫ്രീലാൻസ് വർക്ക് ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഇനി.